വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ബയോളജി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് മസ്തിഷ്കത്തിൻ്റെയും സുഷുമ്നയുടെയും സംരക്ഷണത്തെപ്പറ്റി, നാഡീവ്യവസ്ഥയുടെ സംരക്ഷണത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മസ്തിഷ്കവും സുഷുമ്നയും കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കവും സുഷുമ്നയും. കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ആരൊക്കെയാണ്? മസ്തിഷ്കവും സുഷുമ്നയും. മസ്തിഷ്കമായാലും സുഷുമ്നയായാലും അതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട്, നാഡീവ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് പ്രത്യേക ഭാഗങ്ങളുണ്ട്, പാളികളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാലോ. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന 3 പാളികളോട് കൂടിയ ഭാഗത്തെ പറയുന്ന പേരെന്താണ്? മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിൻ്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം. ഈ ദ്രവത്തിൻ്റെ രൂപീകരണത്തിൽ എപ്പൻഡൈമൽ കോശങ്ങൾക്ക് പങ്കുണ്ട്. അപ്പോൾ നാഡീ കോശത്തിൻ്റെ പേരാണ് എപ്പൻഡൈമൽ എന്ന് പറയുന്നത്. അത് ഈ ദ്രവം രൂപീകരിക്കുന്നതിൽ എപ്പൻഡൈമൽ കോശങ്ങൾക്കാണ് പങ്കുള്ളത്. ഏതാണ് ദ്രവം? സെറിബ്രോ സ്പൈനൽ ദ്രവം. കേന്ദ്രനാഡീ വ്യവസ്ഥയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം താഴെ പറയുന്ന ധർമ്മങ്ങൾ വഹിക്കുന്നു. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെ? മസ്തിഷ്കം, സുഷുമ്ന. മസ്തിഷ്കവും സുഷുമ്നയുമാണ് എന്തിൽ പെടുന്നത്? കേന്ദ്രനാഡീ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. മെനിഞ്ചസ് എവിടെയാണ് കാണപ്പെടുന്നത്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 പാളികളോട് കൂടിയ ഭാഗമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിൻ്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രോ സ്പൈനൽ ദ്രവം ഉണ്ടാകുന്നതിന്, രൂപീകരണത്തിന് സഹായിക്കുന്ന നാഡീവ്യവസ്ഥയിലെ കോശങ്ങളുടെ പേരെന്താണ്? നാഡീകോശങ്ങളുടെ പേരെന്താണ്? എപ്പൻഡൈമൽ കോശങ്ങൾ. എന്തൊക്കെയാണ് കേന്ദ്രനാഡീ വ്യവസ്ഥയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ? കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. നാഡീവ്യവസ്ഥയും കൂടി നോക്കിയാലോ. കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് മസ്തിഷ്കവും സുഷുമ്നയും. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് കേന്ദ്രനാഡീ വ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. എത്ര അവയവങ്ങളെ ബന്ധിപ്പിക്കുന്ന എത്ര ജോഡി ശിരോനാഡികളാണുള്ളത്? 12 ജോഡി. എത്ര ജോഡി സുഷുമ്ന നാഡികളാണ് ഉള്ളത്? 31 ജോഡി. അതിനോടൊപ്പം ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നാഡീവ്യവസ്ഥയെ പറ്റി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.